ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമില്ല. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് വെക്കണം എന്ന് കാണിച്ചു തരാം. എൻ്റെ കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അല്ലാണ്ട് പിന്നെ കുറച്ച് എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളതും കൂടി പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു കഫ്താനാണ് കേട്ടോ. ഒരു കഫ്താൻ നൈറ്റിയാണ്. ജസ്റ്റ് ഒരു കഫ്താൻ നൈറ്റി എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്കിതിനകത്ത് വെക്കാം. ബാക്കി എന്തൊക്കെ സാധനങ്ങൾ എടുത്തിട്ടുണ്ടെന്നുള്ളത് പറയാവേ. അപ്പം ഞാൻ ഓരോ കാര്യമായിട്ട് ഡ്രസ്സ് നല്ലപോലെ മടക്കിയിട്ട് അതിനകത്ത് വെക്കുകയാണ്. അപ്പം ഞാൻ ഈ ബോക്സ് പെട്ടിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പാൻറ്റും ഒരു ടീഷർട്ട് പോലത്തെ ഒരു ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 അതിന് പറ്റിയൊരു ടീഷർട്ടും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അത്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന, എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകുന്ന ഒരു ഷോളാണ്. ഒരു ഷോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് വെക്കുകയാണ്. പിന്നെ ഇതതുപോലെ തന്നെ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം ആണ്. ഒരു ഷർട്ട് പോലത്തെ ഒരു ടോപ്പ്. ഇത് നമ്മുടെ കോട്ട് സെറ്റ് പോലത്തെ ഒരു സാധനമാണ്. ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ തന്നെ മെറൂൺ കളർ. അപ്പോൾ അതും ഞാൻ ഒരെണ്ണം എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 14 ഡേയ്സ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും ഡ്രസ്സ് അത്യാവശ്യം വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡ്രസ്സുകൾ എടുക്കുന്നത്. ഒരു ടൂറ് പോകുന്ന പോലെ തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ 2 സ്കേർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സ്കേർട്ട് അതിങ്ങനെ നന്നായിട്ട് മടക്കി അതിനകത്ത് വെക്കണം. 2 സ്കേർട്ടാണേ. ഒന്നിത്, പിന്നെ ഒരു യെല്ലോ വൈറ്റ് ഉള്ളൊരു സ്കേർട്ട്. ഈ ഒരു സ്കേർട്ടും കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ടീഷർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടീഷർട്ട് അങ്ങനെ എടുത്തു. പിന്നെ ഒരു ബാത്ത് ടവൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുട്ടി കുട്ടി ടവൽസ് ചെറുതിങ്ങനെ ഒരു 5-6 എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എന്നോർത്തിട്ട് എടുത്ത് വെച്ചേക്കണേ. അങ്ങനെ പിന്നെ നമ്മൾ തോർത്ത് 2-3 എടുത്തിട്ടുണ്ട് കേട്ടോ. തോർത്ത് 2 ഇപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്, വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് അത്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിലോ എന്നോർത്തൊരു പാക്കറ്റ് ടിഷ്യൂ. നമുക്ക് പെട്ടെന്ന് ടവൽ ചിലപ്പം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ. പിന്നെ ഞാൻ റൂമിനകത്ത് ഇടാനായിട്ട് ചപ്പൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. റൂമിനകത്ത് നമുക്ക് ഇടാനായിട്ട്. ഇതിങ്ങനെ ബോക്സോടെ വെച്ചാൽ സ്ഥലം തികയോ നോക്കണം. പറ്റുമെങ്കിൽ ബോക്സോടെ തന്നെ വെക്കാം, ഇല്ലെങ്കിൽ അത് മാറ്റി വെക്കേണ്ടി വരും. നമുക്ക് നോക്കട്ടെ. അപ്പോൾ തൽക്കാലം ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യണം. ഒരു കവറിനകത്ത് ഇന്നേഴ്സ് എല്ലാവരും കൂടി സെറ്റ് ചെയ്ത് അത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ 2 ബോക്സ് എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്നാക്സ് ഒക്കെ ഇട്ടിട്ട് എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ 14 ഡേയ്സ് ഓർ 15 ഡേയ്സ് ഒക്കെ ആവില്ല. അപ്പോൾ നമുക്ക് സ്നാക്സ് ഒക്കെ ഇട്ട് വെക്കാനോ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം നമുക്ക് അവിടെ ചെന്നിട്ട് ഓപ്പണാക്കി വെക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ അതുകൊണ്ട് സ്നാക്സ് കുറച്ചൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റൊക്കെ അന്ന് ഞാൻ കഴിക്കൊന്നുമില്ല, എന്നാലും ഒരു എങ്ങാനും കഴിക്കണം തോന്നിയാലോ, അതുകൊണ്ട് മേടിച്ച് വെച്ചാട്ടോ. പിന്നെ എൻ്റെ റെഗുലർ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു 1 ലിറ്ററിൻ്റെ ഒരു ഫ്ലാസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ടുപോകണം. അത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ മസ്റ്റ് ഹാവ് ഐറ്റമാണ് ഫ്ലാസ്ക് എന്ന് പറയുന്നത് അല്ലേ, ഏകദേശം എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊരെണ്ണം 1 ലിറ്ററിൻ്റെ മേടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ റെഗുലർ യൂസ് സാധനങ്ങളാണ് കേട്ടോ. ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഗോൾഡ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനെല്ലാം ഗോൾഡെല്ലാം ഊരി വെച്ചിട്ട് ഇതുണ്ടോ ഒരു 5-6 ജോഡി കൂടുതൽ കമ്മലുണ്ട്. സ്റ്റഡ് മാത്രമായിട്ടുള്ള കുറച്ച് മോഡൽസ് ഞാൻ എടുത്തതിനകത്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തൂക്ക് കമ്മലോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കാം എന്നോർത്തിട്ട്. പിന്നെ റെഗുലർ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഇത്. ഭസ്മമാണ് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നെയിൽ പോളിഷ് റിമൂവറിൻ്റെ കവറിലാണ് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇച്ചിരി മതിയല്ലോ. പിന്നെ റെഗുലർ യൂസ് ചെയ്യുന്ന സാധനം കാണിച്ചു തരാം. ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് ധാത്രിയുടെ ഹെയർ കെയർ പ്രോഡക്റ്റാണ്, ഹെയർ ഓയിലാണ്. പിന്നെ ഒരു പ്യൂമിക്സോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹാൻഡ് വാഷ് നമുക്ക് മസ്റ്റ് ഹാവ് ആണ്. ഹോസ്പിറ്റലാണ്, ചിലപ്പോൾ കിട്ടുമായിരിക്കാം, ഇല്ലായിരിക്കാം. നമ്മൾ പക്ഷേ അവിടെ ചെന്നിട്ട് കിട്ടിയോ ഇല്ലയോ നമുക്കൊരു ബുദ്ധിമുട്ട് വരണ്ടെന്ന് വെച്ചിട്ട് ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട്. പിന്നെ സോപ്പ്, പിന്നെ ഞാനൊരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രഷ്, പേസ്റ്റ്, പിന്നെ എന്താ പറയുക, ബോഡി ലോഷൻ എടുത്തിട്ടുണ്ട്. സൺസ്ക്രീനും ഹെയർ സെറും എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ ഈ ലേറ്റസ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു മാമ എർത്തിൻ്റെ ചെറിയ മോയ്സ്ചർ ആണ്, ലിപ് ബാമാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയൊരു കോജിക് ആസിഡിൻ്റെ ഡെർംഡോക്കിൻ്റെ നൈറ്റ് ക്രീമാണ് കേട്ടോ. നല്ല പ്രോഡക്റ്റാണ്, നല്ല റിസൾട്ട് കിട്ടുന്നൊരു പ്രോഡക്റ്റ്. അപ്പം ഞാൻ അതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്ലച്ചസ് ഇങ്ങനത്തെ
കുറച്ചിങ്ങനെ ക്ലച്ചസ് ഒക്കെ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഹെയർ ഒക്കെ ചൂട് സമയമൊക്കെയല്ല, അപ്പോൾ ഒന്ന് പൊക്കി കെട്ടി വെക്കണമെങ്കിൽ എന്നുണ്ട്, അങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അല്ല ഞാൻ എടുത്തിട്ടുള്ള 2 സാധനങ്ങൾ. ഒന്ന് ഒരു പില്ലോ, ഇത് നമുക്ക് എയർ നിറയ്ക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ഞാനിത് എയർ ജസ്റ്റ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പം വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാം, വണ്ടിയിലാണ് പോകുന്നുണ്ട്, ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ എയർ കളഞ്ഞിട്ട് കൊണ്ടുപോകാം. പിന്നെ ഞാനിപ്പോൾ ഈ പുറകിൽ ഇങ്ങനെ ചാരി ഇരിക്കാനായിട്ട് വെച്ചേക്കണം ഈ പില്ലോ ഞാൻ കൊണ്ടുപോകാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. പുതിയതായിട്ട് എടുത്ത് വെച്ച് 2 പില്ലോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് പാത്രം എടുത്തത്, പിന്നെ ഗ്ലാസ്, സ്പൂണ്, കപ്പ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യം, പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം കൊണ്ടുപോകണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ കോസ്മെറ്റിക്സ് അത് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല എങ്ങനെയൊന്നും അറിയില്ല, പറ്റുകയാണെങ്കിൽ യൂസ് ചെയ്യണം എന്നുള്ള പ്രതീക്ഷയിലാണ്. നമ്മൾ എങ്ങനെയാണോ ഡെയിലി റുട്ടീൻ, ബാക്കി അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റുട്ടീൻസൊക്കെ നമുക്ക് നോക്കാമല്ലോ, അപ്പോൾ അതിനനുസരിച്ച്. പിന്നെ ഞാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വായിക്കാനായിട്ട്, കുറച്ച് എഴുതാനുള്ള പുസ്തകമൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്, നോട്ടും കാര്യങ്ങളൊക്കെ ടെക്സ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു 14 ദിവസം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഫ്രീ ടൈം കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും ബുക്ക് പിന്നെ കേൾക്കാൻ പറ്റുമല്ലോ, അപ്പോൾ അതിനായിട്ട് നമ്മൾ 2-3 പുസ്തകങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാഗിനകത്ത് ഇങ്ങനെ ഇവിടെ ഒരു സ്ട്രിപ്പ് ഇതുണ്ട് ബാഗിന്, ഇതിനകത്താണ് ഞാൻ നമ്മുടെ കോസ്മെറ്റിക്സ് ഇങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇടുന്നത്. പിന്നെ നമുക്ക് ഗോൾഡെല്ലാം ഇങ്ങനെ ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് വേണം പോകാൻ, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് വേണം പോകാൻ. പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതെടുക്കണം. പിന്നെ ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ വേറെ ബാഗിൽ പാക്ക് ചെയ്യണം ഒരുപാട്. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം, നമുക്ക് ഹോസ്പിറ്റലിലെ വിശേഷമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.